വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് സെക്കൻഡ് സെമിസ്റ്റർ റീഡിംഗ് ഫിക്ഷനിലെ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. Identify the narrative technique used in chapter 13 to reveal the point of view of the creature which would affect the perception of the reader about him. ചാപ്റ്റർ 13 യൂസ് ചെയ്തിരിക്കുന്ന നരേറ്റീവ് ടെക്നിക്ക് ഏതാണെന്ന് ചോദിക്കുന്നത്. അത് റീഡേഴ്സിന് ആ ക്രിയേച്ചറിനെ കുറിച്ചിട്ടുള്ള ധാരണയിൽ എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത് എന്നും ചോദിക്കുന്നു. The narrative technique used in chapter 13 is first person narration as the creature recounts his experiences and observations. ചാപ്റ്റർ 13 ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ക്രിയേച്ചറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചും ഒബ്സർവേഷനെ കുറിച്ചും അത് പറയുന്നതായിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. This allows the reader to understand his thoughts, emotions and growing awareness of human society. അപ്പോൾ ഇത്തരത്തിൽ ഈ ക്രിയേച്ചറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ കാര്യങ്ങൾ പറയുന്നതിലൂടെ അതിൻ്റെ ചിന്തകളെക്കുറിച്ചും ഇമോഷൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഹ്യൂമൻ സൊസൈറ്റിയെക്കുറിച്ച് അത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചും റീഡേഴ്സിന് ഒരു വ്യക്തമായിട്ടുള്ള ചിത്രം ലഭിക്കുന്നു. This influences the reader's perception of him as an intelligent and sensitive character rather than a mere monster. അപ്പോൾ അതുവരെയും ഈ നോവലിനകത്ത് ക്രിയേച്ചറിനെ ഒരു മോൺസ്റ്റർ എന്ന രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ ഈ ക്രിയേച്ചറിന് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതിലൂടെ അതൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, വെറും ഒരു മോൺസ്റ്റർ അല്ല എന്നുള്ള രീതിയിലേക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ധാരണ റീഡേഴ്സിൽ മാറുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. Who arrives at the DeLacy household in chapter 13 and how does this affect the family? ഇനി നമ്മുടെ ക്രിയേച്ചർ ഒരു ഫാമിലിയെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ആ ഫാമിലിയിലേക്ക് ഈ ചാപ്റ്ററിൽ ആരാണ് കടന്നു വരുന്നത്, അവർ കടന്നു വരുന്നത് എങ്ങനെയാണ് ആ ഫാമിലിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സാഫി, എ യങ് അറേബ്യൻ വുമൺ, അറൈവ്സ് അറ്റ് ദ ഡിലേസി ഹൗസ് ഹോൾഡ്. സാഫി എന്നു പേരുള്ള ഒരു അറേബ്യൻ ചെറുപ്പക്കാരിയാണ് ഈ വീട്ടിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. Her presence brings joy and liveliness to the family, especially to Felix, who had previously been sorrowful. അവർ വരുന്നതോട് കൂടിയിട്ട് ആ വീട്ടിൽ ഒരു സന്തോഷവും അതുപോലെ തന്നെ ഉന്മേഷവും ഒക്കെ ഉണ്ടാവുന്നതായിട്ട് നമ്മുടെ ക്രിയേച്ചർ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആ വീട്ടിലെ ചെറുപ്പക്കാരനായിരുന്ന ഫെലിക്സ് അതുവരെ വളരെ വിഷമത്തിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സാഫി വരുന്നതോട് കൂടിയിട്ട് അയാൾ വളരെ സന്തോഷവാനാവുന്ന കാര്യമെല്ലാം നമ്മുടെ ക്രിയേച്ചർ നിരീക്ഷിക്കുന്നുണ്ട്. Identify the language the creature learns from observing the DeLacy family. ഇനി ഈ ഫാമിലിയെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്രിയേച്ചർ ഒരു ലാംഗ്വേജ് പഠിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏത് ലാംഗ്വേജ് ആണ് നമ്മുടെ ക്രിയേച്ചർ പഠിക്കുന്നത്? The creature learns French by observing the DeLacy family. ഈ ഫാമിലിയെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്രിയേച്ചർ ഫ്രഞ്ച് ഭാഷയാണ് പഠിക്കുന്നത്. He carefully listens to their conversations and follows Safi's language lessons to expand his understandings. ഈ വീട്ടുകാർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടും അതുപോലെ തന്നെ ആ വീട്ടിലേക്ക് പുതിയതായി വന്നിട്ടുള്ള സാഫി അവിടെ ഇവരുടെ ഭാഷ പഠിക്കുന്നത് നമ്മുടെ ക്രിയേച്ചർ കാണുന്നുണ്ട്. അപ്പോൾ ആ പഠിക്കുന്നത് കണ്ടുകൊണ്ടുമാണ് നമ്മുടെ ക്രിയേച്ചർ ഈ ഭാഷ പഠിക്കുന്നത്. ഇത് ഫ്രഞ്ച് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ബുക്ക് വായിക്കുന്നതിനെ കുറിച്ചിട്ട് ഈ നോവലിനകത്ത് പറയുന്നുണ്ട്. ഒരു ഫ്രഞ്ച് ബുക്കിനെ കുറിച്ചിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ക്രിയേച്ചർ ഫ്രഞ്ച് ഭാഷയാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഐഡൻറ്റിഫൈ ദ ബുക്ക് ദ ക്രിയേച്ചർ റീഡ്സ് ഡ്യൂറിങ് ഹിസ് ഒബ്സർവേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ഒരു ബുക്ക് നമ്മുടെ ക്രിയേച്ചർ വായിക്കുന്നുണ്ട്. ഏതാണ് ആ ബുക്ക്? The creature reads Ruins of Empire by Volney. This book helps him learn about history, human society and the complexities of civilization, shaping his perspective on humanity. വോൾണി എന്ന ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള റൂയിൻസ് ഓഫ് എംപയേഴ്സ് എന്നൊരു ബുക്കാണ് നമ്മുടെ ക്രിയേച്ചർ വായിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഫ്രഞ്ച് എഴുത്തുകാരനാണ്. മനുഷ്യ ചരിത്രത്തെക്കുറിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് നമ്മുടെ ക്രിയേച്ചർ വായിക്കുന്നത്. ഈ പുസ്തകം വായിക്കുന്നതിലൂടെ നമ്മുടെ മനുഷ്യരുടെ ഒരു ചരിത്രത്തെക്കുറിച്ചും മനുഷ്യ സമൂഹത്തെക്കുറിച്ചിട്ടുമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ക്രിയേച്ചർ മനസ്സിലാക്കുന്നു. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, explain how the creature's ability to learn language influences his perception of humanity. നമ്മുടെ ക്രിയേച്ചറിന് ലാംഗ്വേജ് പഠിക്കാനുള്ള കഴിവ് എങ്ങനെയാണ് മനുഷ്യ സമൂഹത്തെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ ധാരണയിൽ സ്വാധീനം വരുത്തുന്നത്?
The creature's ability to learn language is a turning point in its understanding of humanity. മനുഷ്യ സമൂഹത്തെക്കുറിച്ചിട്ട് അത് മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ ഈ ലാംഗ്വേജ് പഠിക്കുന്നത് ഒരു വഴിത്തിരിവായിട്ട് വരുന്നത് നമ്മൾ കാണുന്നു. He learns language by observing the DeLacy family and following Safi's lessons. ലാംഗ്വേജ് പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. ആ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ള സാഫി എന്ന യുവതി അവിടെ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ക്രിയേച്ചറും അതിനോടൊപ്പം ലാംഗ്വേജ് പഠിക്കുന്നത്. Language grants him access to complex ideas about society, morality and relationships. അപ്പോൾ മനുഷ്യ സമൂഹത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ധാർമ്മികത, അതുപോലെ മനുഷ്യബന്ധങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടെല്ലാം മനസ്സിലാക്കുന്നതിന് ഈ ലാംഗ്വേജ് പഠിക്കുന്നത് നമ്മുടെ ക്രിയേച്ചറിനെ സഹായിക്കുന്നുണ്ട്. He understands both the noble aspects of humanity, such as love and justice, and its darker elements like inequality and injustice. അപ്പോൾ മനുഷ്യ സമൂഹത്തിൻ്റെ രണ്ട് വശങ്ങളെക്കുറിച്ചിട്ടും നമ്മുടെ ക്രിയേച്ചറിലൂടെ മനസ്സിലാക്കുന്നു. മനുഷ്യരുടെ ഈ ഒരു സ്നേഹത്തെക്കുറിച്ചും അതുപോലെ നീതിബോധത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ക്രിയേച്ചർ മനസ്സിലാക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ മനുഷ്യ സമൂഹത്തിലുള്ള അസമത്വത്തെക്കുറിച്ചും അനീതിയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ ക്രിയേച്ചർ മനസ്സിലാക്കുന്നുണ്ട്. This duality confuses him as he admires human achievements but despairs at their cruelty. അപ്പോൾ മനുഷ്യവംശത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ ക്രിയേച്ചറിന് ഒരു കൺഫ്യൂഷനാണ് ഉണ്ടാവുന്നത്. കാരണം മനുഷ്യർക്ക് ഒരേ സമയം തന്നെ നന്മയുള്ളവരും തിന്മയുള്ളവരും ആവാൻ കഴിയുന്നു എന്നുള്ള കാര്യം നമ്മുടെ ക്രിയേച്ചറിനെ കൺഫ്യൂസ്ഡ് ആക്കുന്നു. Language also brings painful self-awareness, making him realize his isolation and difference. ഇതുകൂടാതെ ലാംഗ്വേജിലൂടെ തന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ക്രിയേച്ചറിന് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ചും മറ്റു മനുഷ്യരിൽ നിന്ന് താൻ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യമെല്ലാം നമ്മുടെ ക്രിയേച്ചറിന് മനസ്സിലാവുന്നു. Before learning language, the creature could only understand humanity from his experiences. But after learning language, he realizes the fundamental flaws of humanity, especially regarding social acceptance. അപ്പോൾ ഈ ലാംഗ്വേജ് പഠിക്കുന്നതിന് മുമ്പ് തൻ്റെ എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് നമ്മുടെ ക്രിയേച്ചറിന് മനുഷ്യരെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നത്. എന്നാൽ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം അടിസ്ഥാനപരമായിട്ട് മനുഷ്യർക്കുള്ള കുറവുകൾ, പ്രത്യേകിച്ചും മനുഷ്യരുടെ സാമൂഹിക ബന്ധങ്ങൾ, ഒരാളുടെ ഒരു രൂപവും അതുപോലെ സമ്പത്തുമൊക്കെ നോക്കിക്കൊണ്ട് മനുഷ്യർ സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ സാമൂഹിക ബന്ധങ്ങൾ ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരുടെ സ്വഭാവത്തിലെ അത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഈ ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെ നമ്മുടെ ക്രിയേച്ചറിന് മനസ്സിലാവുന്നു. Why does the creature feel hope when he observes the relationship between Felix and Safi? ഇനി നമ്മുടെ ക്രിയേച്ചർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്ന വീട്ടിലെ യുവാവായിരുന്ന ഫെലിക്സും ആ വീട്ടിലേക്ക് വരുന്ന യുവതി സാഫിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് നമ്മുടെ ക്രിയേച്ചറിന് ഒരു ഹോപ്പ് നൽകുന്നത്? The creature feels hope when he observes the relationship between Felix and Safi, as it is a reflection of the love and acceptance he desperately seeks. നമ്മുടെ ക്രിയേച്ചർ ഫെലിക്സിലും സാഫിയിലും കാണുന്നത് എന്താണോ തൻ്റെ ജീവിതത്തിൽ ഒരു കുറവായിട്ട് ആ ക്രിയേച്ചറിന് തോന്നുന്നത്, എന്തിനു വേണ്ടിയാണോ ആ ക്രിയേച്ചർ ആഗ്രഹിക്കുന്നത്, അതേ ഒരു കാര്യമാണ് ഫെലിക്സും അതുപോലെ തന്നെ സാഫിയും തമ്മിലുള്ള റിലേഷനിൽ നമ്മുടെ ക്രിയേച്ചർ കാണുന്നത്. He observes Felix's devotion to Safi and the family's warmth toward her despite their differences. ഇനി ഫെലിക്സും സാഫിയും തമ്മിലുള്ള സ്നേഹവും അതുപോലെ തന്നെ ആ വീട്ടുകാർ സാഫിയെ വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്നതെല്ലാം നമ്മുടെ ക്രിയേച്ചർ കാണുന്നുണ്ട്. അതും അവർ വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്ന ആളുകളായിട്ട് കൂടി അങ്ങനെ സാഫിയെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ള കാര്യമെല്ലാം നമ്മുടെ ക്രിയേച്ചർ മനസ്സിലാക്കുന്നു. ഇറ്റ് മേക്സ് ഹിം ബിലീവ് ഇൻ ദ പോസിബിലിറ്റി ഓഫ് കൈൻഡ്നെസ് ഡിസ്പൈറ്റ് ഡിഫറൻസസ്. അപ്പോൾ സാഫിയും ആ വീട്ടുകാരും വേറെ വേറെ ഭാഷ സംസാരിക്കുന്ന ആളുകളായിരുന്നിട്ട് കൂടി അവർക്ക് ഇങ്ങനെ സ്നേഹിക്കാനെല്ലാം കഴിയുന്നുണ്ടെന്ന് കാണുന്ന സമയത്ത് എന്നെയും ഇതുപോലെ എനിക്ക് വ്യത്യാസങ്ങളെല്ലാം ഉണ്ടെങ്കിലും ആർക്കെങ്കിലുമൊക്കെ സ്നേഹിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മുടെ ക്രിയേച്ചറിന് അതിലൂടെ ഉണ്ടാവുന്നു. Since Safi is an outsider learning their language and customs, he imagines he too could be accepted if given the chance. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഒരു കൾച്ചറും അതുപോലെ തന്നെ ലാംഗ്വേജും എല്ലാം അറിയാത്തൊരു ഔട്ട്സൈഡറാണ് സാഫി ഉള്ളത്. പക്ഷേ സാഫിയെ ഉൾക്കൊള്ളാൻ വേണ്ടി അവർക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ നമ്മുടെ ക്രിയേച്ചറിന് ഉണ്ടാവുന്നു. The relationship suggests to him that love can transcend barriers, fostering his dream of revealing himself to the family. അപ്പോൾ ഇതുവരെയും നമ്മുടെ ക്രിയേച്ചർ ഈ ഫാമിലിയെ ഒളിഞ്ഞു നിന്നുകൊണ്ടാണ് നിരീക്ഷിക്കുന്നത്. അപ്പോൾ സാഫി ഇതുപോലെ വ്യത്യസ്തമായ കൾച്ചറും വ്യത്യസ്തമായ ലാംഗ്വേജും ഉണ്ടായിട്ടും ആ ഫാമിലിയിൽ സ്വീകരിക്കപ്പെടുന്നത് കാണുമ്പോൾ തന്നെയും സ്വീകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മുടെ ക്രിയേച്ചറിന് ഉണ്ടാവുന്നു.
ഇറ്റ് ഓൾസോ ഗീവ്സ് എ പോസിബിൾ സൊല്യൂഷൻ ടു ഹിസ് സഫറിങ്സ്. ഇതുകൂടാതെ നമ്മുടെ ക്രിയേച്ചർ അനുഭവിക്കുന്ന ഈ ഒരു ഏകാന്തതയ്ക്കുള്ള ഒരു സൊല്യൂഷൻ കൂടി അതിനവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹി ഒബ്സർവ്സ് ഹൗ എ സാഡ് ഫെലിക്സ് ബിക്കെയിം ഹാപ്പി ഇൻ ദ പ്രസൻസ് ഓഫ് സാഫി. ആ വീട്ടിൽ വളരെ സാഡായിട്ടിരുന്നിരുന്ന ഫെലിക്സ് ഈ സാഫി വന്നതോട് കൂടിയിട്ട് എങ്ങനെയാണ് ഹാപ്പി ആയത് എന്നുള്ള കാര്യം നമ്മുടെ ക്രിയേച്ചർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഗീവ്സ് ഹിം ഹോപ്പ് ദാറ്റ് ഇഫ് വിക്ടർ ക്രിയേറ്റ്സ് എ മേറ്റ് ഫോർ ഹിം ഹി വിൽ നോട്ട് ബി ലോൺലി എനിമോർ. അപ്പോൾ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള വിക്ടർ തനിക്ക് ഒരു ഇണയെ കൂടി സൃഷ്ടിക്കുകയാണെങ്കിൽ തൻ്റെ ഈ ഒരു ഏകാന്തതയ്ക്ക് കൂടി ഒരു പരിഹാരമാകും എന്നുള്ളൊരു പ്രതീക്ഷയെല്ലാം ഈ ഒരു ഫാമിലിയിലെ ഈ ഫെലിക്സും സാഫിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണുന്ന സമയത്ത് നമ്മുടെ ക്രിയേച്ചറിന് തോന്നുന്നുണ്ട്. Analyze the significance of the creator's understanding of human history through his observations. ഇനി തൻ്റെ നിരീക്ഷണങ്ങളിലൂടെ ഈ ക്രിയേച്ചർ മനുഷ്യ സമൂഹത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. The creature's understanding of human history through his observations is a significant point in the plot and the development of his character. അപ്പോൾ ഈ ക്രിയേച്ചർ മനുഷ്യ സമൂഹത്തെക്കുറിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ നോവലിലെ പ്ലോട്ടിനെ സംബന്ധിച്ചും ഈ ക്യാരക്ടറിനെ സംബന്ധിച്ചിട്ടും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതുവരെയും വെറും ഒരു മോൺസ്റ്റർ ആയിട്ട് നമ്മൾ കണ്ടിരുന്ന ഈ ഒരു ക്യാരക്ടർ ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്നുള്ള രീതിയിൽ ഈ ഒരു ഇൻസിഡൻറ്റോട് കൂടിയിട്ടാണ് നമ്മൾ കാണുന്നത്. As the creature studies ruins of empires and listens to the delays, he begins to grasp the complexities of human society. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫാമിലിയിലെ ആളുകൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടും അതുപോലെ ആ പുസ്തകം വായിച്ചുകൊണ്ടും നമ്മുടെ ക്രിയേച്ചർ മനുഷ്യ സമൂഹത്തെക്കുറിച്ചിട്ടുള്ള സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. He learns about war, colonization, power struggles and inequality, seeing both the greatness and the cruelty of humanity. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള വളർച്ചകളെക്കുറിച്ചും അതുപോലെ താഴ്ചകളെക്കുറിച്ചുമെല്ലാം നമ്മുടെ ക്രിയേച്ചർ മനസ്സിലാക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരേ സമയത്ത് തന്നെ നന്മയുള്ളവരും തിന്മയുള്ളവരും ആവാൻ മനുഷ്യർക്ക് കഴിയുന്നു എന്നുള്ള കാര്യമെല്ലാം നമ്മുടെ ക്രിയേച്ചർ മനസ്സിലാക്കുന്നു. While he admires human progress, he is disturbed by their capacity for violence and exclusion. അപ്പോൾ മനുഷ്യ സമൂഹം ഉണ്ടാക്കിയിട്ടുള്ള പുരോഗതിയെക്കുറിച്ചിട്ട് അത് അഡ്മയർ ചെയ്യുന്നുണ്ടെങ്കിലും മനുഷ്യർ ഇതുപോലെ മറ്റുള്ള ആളുകളോട് ക്രൂരതകൾ ചെയ്യുന്നതും അതുപോലെ മറ്റുള്ള ആളുകളെ ഒറ്റപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുമുണ്ട്. ദിസ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് പോയിന്റ് ഇൻ ദ പ്ലോട്ട് വെർ എ സ്ട്രേഞ്ച് ക്രിയേച്ചർ വണ്ടേഴ്സ് അബൌട്ട് ദ സ്ട്രേഞ്ച്നെസ് ഓഫ് ഹ്യൂമാനിറ്റി. ഈ പ്ലോട്ടിലെ തീമിനെ സംബന്ധിച്ചിട്ട് ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഒരു വിചിത്ര ജീവി മനുഷ്യ സമൂഹത്തിൻ്റെ വിചിത്ര സ്വഭാവത്തെക്കുറിച്ചിട്ട് അത്ഭുതപ്പെടുന്ന ഈ നോവലിൻ്റെ പ്ലോട്ടിന് ഒരു തീമാറ്റിക് ഡെപ്ത് കൊടുക്കുന്ന ഒരു പോയിൻ്റായിട്ട് നമ്മളിത് കാണുന്നു. His growing awareness of social hierarchies and injustice makes him question his own place in the world. അപ്പോൾ മനുഷ്യ സമൂഹത്തിൽ ഇതുപോലെ ഹൈറാർക്കിയെ കുറിച്ചിട്ട് ഇത് മനസ്സിലാക്കുന്നുണ്ട്. ആളുകൾ കുടുംബ മഹിമയുടെയും അതുപോലെ സമ്പത്തിൻ്റെയൊക്കെ പേരിലാണ് സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നുള്ള കാര്യമൊക്കെ ഇത് മനസ്സിലാക്കുന്നു. അതുപോലെ മനുഷ്യ സമൂഹത്തിലുള്ള അസമത്വത്തെക്കുറിച്ചും അനീതിയെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ തനിക്ക് എന്ത് സ്ഥാനമാണ് ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള കാര്യമെല്ലാം അത് ചിന്തിക്കുന്നു. The realization intensifies his sense of alienation as he understands he has no place in human society. അപ്പോൾ ഇതിൻ്റെ ഒറ്റപ്പെട്ടിട്ടുള്ള ആ ഒരു അവസ്ഥ കൂടുതൽ തീവ്രമാവുന്നതാണ് ഈ അറിവ് ലഭിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ഈ ക്യാരക്ടറിൽ കാണുന്നത്. അത്തരത്തിൽ ഈ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റിലും അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു വിചിത്ര സ്വഭാവത്തെക്കുറിച്ചിട്ടുള്ള ഒരു തീമാറ്റിക് ഡെപ്തിലും ഈ ഒരു ഇൻസിഡൻറ്റ് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമ്മൾ കാണുന്നു. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡസ് ദ നറേറ്റീവ് ഓഫ് ദ ക്രിയേച്ചർ ആഡ് കോംപ്ലക്സ് ലെയേഴ്സ് ടു ദ സ്റ്റോറി? അനലൈസ് ദി ഇംപ്ലിക്കേഷൻ ഓഫ് ഗിവിംഗ് വോയ്സ് ടു ദ ക്രിയേച്ചർ ഇൻ ദ സ്റ്റോറി. അപ്പോൾ ഈ നോവലിനകത്ത് ആ ക്രിയേച്ചറിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഈ നോവലിൻ്റെ മീനിങ്ങിനെ കോംപ്ലക്സ് ലെയേഴ്സ് കൊടുക്കുന്നത്, ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. The creature's narrative is an important aspect that adds complex layers to the story. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റോറിയുടെ മീനിങ്ങിന് കോംപ്ലക്സ് ലേയേഴ്സ് കൊടുക്കുന്ന ഒരു നരേറ്റീവ് ടെക്നിക്കാണ് ഈ ക്രിയേച്ചറിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളത്. ഇറ്റ് ട്രാൻസ്ഫോംസ് ഫ്രാങ്കൻസ്റ്റൈൻ ഇൻ ടു എ ഡീപ്പർ എക്സ്പ്ലോറേഷൻ ഓഫ് ഐഡൻറ്റിറ്റി, ഏലിയനേഷൻ ആൻഡ് മൊറാലിറ്റി റദർ ദാൻ എ സിമ്പിൾ ഹൊറർ സ്റ്റോറി. അപ്പോൾ വെറും ഒരു ഹൊറർ സ്റ്റോറി എന്ന നിലയിൽ നിന്ന് ഫ്രാങ്കൻസ്റ്റൈൻ എന്ന ഈ
നോവലിനെ മനുഷ്യ സമൂഹത്തെക്കുറിച്ചും അതുപോലെ മനുഷ്യരുടെ ധാർമ്മികതയെക്കുറിച്ചും ഐഡൻറ്റിറ്റിയെക്കുറിച്ചും ഒറ്റപ്പെടലിനെക്കുറിച്ചുമുള്ള തീമുകളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു നോവലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ക്രിയേച്ചറിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. His voice reveals him as an intelligent, sensitive being shaped by experience. അപ്പോൾ ക്രിയേച്ചറിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതിലൂടെ വെറും ഒരു മോൺസ്റ്റർ എന്നൊരു അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ഇൻ്റലിജൻറ്റ് സെൻസിറ്റീവ് ക്യാരക്ടറായിട്ട് ക്രിയേച്ചറിനെ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. He learns about humanity and reflects on his own place in human society, challenging the reader's perception of him as a mere monster. അപ്പോൾ മനുഷ്യ സമൂഹത്തെക്കുറിച്ചിട്ട് പഠിക്കുകയും ഇത്തരമൊരു സമൂഹത്തിൽ തൻ്റെ സ്ഥാനം എന്താണ് എന്നെല്ലാം ചിന്തിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും ഒരു മോൺസ്റ്റർ എന്നുള്ള രീതിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഒരു ഡെവലപ്ഡ് ക്യാരക്ടറായിട്ട് അവതരിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. The creature's suffering highlights the injustice of his treatment as he stays away based on his appearance. ഇനി നമ്മുടെ ഈ ക്രിയേച്ചർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ മനുഷ്യ സമൂഹത്തിലെ ഒരു അനീതി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിനെ കാണാൻ വിചിത്ര രൂപമാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ആളുകൾ ഇതിനെ ആട്ടിപ്പായിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഹിസ് ഓൺ ക്രിയേറ്റർ വിക്ടർ അബാൻഡൻസ് ഹിം ഫോർ ദ സെയിം റീസൺ. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വിക്ടറും ഇതിനെ അബാൻഡൻ ചെയ്യുന്നത്. ദിസ് മേക്സ് എ നോവൽ എ ക്രിട്ടിക് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് സോഷ്യൽ പെർസെപ്ഷൻ. അപ്പോൾ മനുഷ്യർ എങ്ങനെയാണ് സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ നമ്മുടെ വിക്ടറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മ എന്നുള്ള ഒരു തീമുമെല്ലാം ഈ ക്രിയേച്ചറിന് പറയാനുള്ള ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിലൂടെ ഈ നോവലിൽ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. His emotions and reasoning contrast with Victor's neglect as Victor abandons the creature without taking responsibility. ഇതുകൂടാതെ നമ്മുടെ ക്രിയേച്ചറിന് ഇതുപോലെ ഇമോഷൻസ് അനുഭവിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾ റീസൺ ചെയ്ത് ചിന്തിക്കാനും കഴിയുന്നുണ്ട് എന്ന് കാണിക്കുന്ന സമയത്ത് വിക്ടർ ഒരു കാര്യവും ചിന്തിക്കാതെയാണ് ഈ ഒരു ക്രിയേച്ചറിനെ അവിടെ ഉണ്ടാക്കുകയും അതുപോലെ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നുള്ള കാര്യവുമായിട്ടൊരു കോൺട്രാസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ദിസ് ലീഡ്സ് റീഡേഴ്സ് ടു റീകൺസിഡർ ഹൂ ദ റിയൽ മോൺസ്റ്റർ ഈസ്. അപ്പോൾ ശരിക്കും ഈ നോവലിലെ മോൺസ്റ്റർ ആരാണ്, ഈ ക്രിയേച്ചർ ആണോ അതോ ഇതിനെ സൃഷ്ടിച്ചിട്ടുള്ള വിക്ടർ ആണോ എന്നുള്ള രീതിയിലേക്ക് ഡിസ്കഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിലൂടെ സാധിക്കുന്നു. Multiple perspectives prevent a single definitive interpretation, making the story more complex and thought-provoking. അപ്പോൾ ഈ നോവലിൽ നമ്മൾ കാണുന്നത് എല്ലാ ക്യാരക്ടേഴ്സിനും പറയാനുള്ളൊരു സ്പേസ് ഈ നോവലിൽ കൊടുക്കുന്നുണ്ട്. ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ മാത്രം ഈ നോവലിൽ കഥ പറയുന്നില്ല. അത്തരത്തിൽ ഇതിലെ സ്റ്റോറി ഒരു കോംപ്ലക്സ് ലെയർ ഉള്ളതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. His voice deepens discussions on identity, discrimination, and ethical responsibility, making Frankenstein resonate with modern concerns. അപ്പോൾ ക്രിയേച്ചറിന് ഇത്തരത്തിൽ ഒരു വോയിസ് കൊടുക്കുന്നതിലൂടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐഡൻറ്റിറ്റി അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ, ഒരാളുടെ ഒരു രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ വിവേചനം നടത്തുക, അതുപോലെ തന്നെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, പരീക്ഷണങ്ങളും സയൻറ്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ ഉത്തരവാദിത്തം കാണിക്കുക തുടങ്ങിയിട്ടുള്ള തീമുകളെല്ലാം അവതരിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. ദ ക്രിയേച്ചേഴ്സ് നരേറ്റീവ് എലവേറ്റ്സ് ഫ്രാങ്കൻസ്റ്റൈൻ ഫ്രം എ മിയർ ഹൊറർ സ്റ്റോറി. അത്തരത്തിൽ നമ്മൾ കാണുന്നത് വെറും ഒരു ഹൊറർ സ്റ്റോറി എന്ന ഒരു നിലയിൽ നിന്ന് ഉയർത്തി ഡീപ്പർ മീനിങ് ഒരു സ്റ്റോറി ആക്കാൻ വേണ്ടിയിട്ട് ക്രിയേച്ചറിൻ്റെ ഈ ഒരു നരേറ്റീവിലൂടെ സാധിക്കുന്നു. ഇറ്റ് ആഡ്സ് കോംപ്ലക്സ് ലെയേഴ്സ് ദാറ്റ് എക്സ്പ്ലോർ ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ നേച്ചർ, ബ്ലറിംഗ് ദ ലൈൻ ബിറ്റ്വീൻ വിക്ടിം ആൻഡ് വില്ലൻ. അപ്പോൾ ഒരു മോൺസ്റ്റർ ഒരു വില്ലനായിട്ട് വരുന്ന ഒരു സാധാരണ ഹൊറർ സ്റ്റോറി എന്നതിൻ്റെ അപ്പുറത്തേക്ക് ആരാണ് വില്ലൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കാത്ത മനുഷ്യ സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യരുടെയും ഒരു സങ്കീർണമായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു തീമാറ്റിക് ഡെപ്ത് ഉള്ള സ്റ്റോറിയാക്കി മാറ്റാൻ ഇതിലൂടെ സാധിക്കുന്നു. അടുത്ത ചോദ്യം, assess the role of language in the development of the creature. How critical is it to his understanding of the world and his desire for companionship? നമ്മുടെ ക്രിയേച്ചറിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിന് ലാംഗ്വേജിനുള്ള പങ്ക് എന്താണ്? ഇത് ഈ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിലും അതുപോലെ ഒരു കമ്പാനിയൻ വേണമെന്നുള്ള ഡിസയർ അതിലുണ്ടാകുന്നതിലും ലാംഗ്വേജിൻ്റെ പങ്ക് എന്താണെന്നും ചോദിക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ 2 പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ ഇതിന് സിമിലർ ആയിട്ടുള്ള തീമുകളാണ് ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ളത്. അതേ പോയിന്റുകളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലും ആൻസർ ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത്. Language is central to the development of the creature's character. He begins as a being driven by instinct, but evolves intellectually and emotionally through language.
നമ്മൾ നേരത്തെ പറഞ്ഞു പോയതുപോലെ തന്നെ ഈ ഒരു ക്രിയേച്ചറിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിൽ ലാംഗ്വേജിന് നിർണായകമായിട്ടുള്ളൊരു റോളാണുള്ളത്. തുടക്കത്തിൽ ഒരു ഇൻസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള ഒരു മൃഗവാസനയുള്ള ഒരു മോൺസ്റ്റർ എന്ന രീതിയിലാണ് നമ്മൾ ക്രിയേച്ചറിനെ കാണുന്നതെങ്കിൽ ഈ ലാംഗ്വേജിലൂടെയാണ് ഇൻ്റലിജൻസും അതുപോലെ ഇമോഷൻസും എല്ലാം ഉള്ളൊരു ക്യാരക്ടറായിട്ട് നമ്മൾ ഈ ക്രിയേച്ചറിനെ കാണുന്നത്. He learns language by observing the Delacy family, which broadens his understanding of the world. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഫാമിലിയെ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്രിയേച്ചർ ഈ ലാംഗ്വേജ് പഠിക്കുന്നത്. അത് മനുഷ്യ സമൂഹത്തെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുന്നു. He learns history and concepts like justice and love. He appreciates human civilization but also realizes his own exclusion from it. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപോയതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തെക്കുറിച്ചിട്ടും മനുഷ്യർക്ക് ഒരേ സമയത്ത് തന്നെ നന്മയും തിന്മയും ഉള്ളവരാകാൻ കഴിയുന്നതിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നീതി, സ്നേഹം തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളെ കുറിച്ചിട്ടെല്ലാം ഈ ലാംഗ്വേജിലൂടെ, കാരണം ഈ ലാംഗ്വേജ് ഉണ്ടെങ്കിലാണ് ഈ നിരീക്ഷിക്കുന്ന ഫാമിലിയിലെ ആളുകൾ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഈ ലാംഗ്വേജിലൂടെ അത്തരം കൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഇതിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യരിൽ നിന്ന് താൻ എത്രമാത്രം വ്യത്യസ്തരാണെന്നുള്ളൊരു കാര്യവും ഇതിലൂടെ അതിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. He learns about the factors that connects and divide humans. ഇനി മനുഷ്യരെ തമ്മിൽ കണക്ട് ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം നമ്മുടെ ക്രിയേച്ചർ മനസ്സിലാക്കുന്നു. അതായത് ഫാമിലി, അതുപോലെ തന്നെ മനുഷ്യരുടെ ഹൈ ക്ലാസ്, ലോ ക്ലാസ് തുടങ്ങിയിട്ടുള്ള ഈ ഡിവിഷൻസ്, അതുപോലെ തന്നെ മനുഷ്യർ സമ്പത്തിൻ്റെ പേരിൽ പരസ്പരം അടുക്കുകയും അതുപോലെ തന്നെ പരസ്പരം അകലുകയും ചെയ്യുന്ന കാര്യങ്ങൾ, അത്തരത്തിൽ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുകയും അതുപോലെ തന്നെ അകറ്റുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്രിയേച്ചർ മനസ്സിലാക്കുന്നു. Unlike the Delacies, who belong to a family and a society, he realizes that he has no place in the social order. അപ്പോൾ ഇത് നിരീക്ഷിക്കുന്ന ഈ ഫാമിലിയിലുള്ള ആളുകൾക്ക് പരസ്പരം ഈ ഒരു ഫാമിലി കണക്ഷനോ റിലേഷനോ എല്ലാം ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ക്രിയേച്ചർ മനസ്സിലാക്കുന്നു. എന്നാൽ നമ്മുടെ ക്രിയേച്ചറിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അതിന് ഒരു ഫാമിലി ഇല്ല, റിലേഷൻ ഇല്ല. അപ്പോൾ അത്തരത്തിൽ അത് ഒറ്റപ്പെട്ടിട്ടുള്ളൊരു അവസ്ഥയാണെന്നുള്ള കാര്യമെല്ലാം അത് മനസ്സിലാക്കുന്നു. However, learning language also intensifies desire for companionship. എന്നാൽ ഈ ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെയാണ് മറ്റുള്ള ആളുകളുമായിട്ട് ഇതുപോലെ ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടാക്കണം, ഒരു അടുപ്പം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയെല്ലാം ഇതിന് കൂടി വരുന്നതിനും കാരണമാവുന്നത്. He observes Safi's integration into the family and believes language can help him find companionship. സാഫി എന്നൊരു യുവതി ഇത് നിരീക്ഷിക്കുന്ന ആ വീട്ടിലേക്ക് കടന്നു വരുന്നതും ആ വീട്ടിലെ ആളുകൾ അവരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്നതെല്ലാം നമ്മുടെ ക്രിയേച്ചർ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ തനിക്കും ഇതുപോലെ ലാംഗ്വേജ് പഠിച്ചവരോട് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ തന്നെയും അവർ സ്വീകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ നമ്മുടെ ക്രിയേച്ചറിന് ഉണ്ടാവുന്നു. Language elevates his intelligence and deepens his understanding of his own emotions. അങ്ങനെ ലാംഗ്വേജിലൂടെ അതിൻ്റെ ഇൻ്റലിജൻസ് അതിന് വർദ്ധിപ്പിക്കാൻ കഴിയുകയും തൻ്റെ സ്വന്തം ഇമോഷൻസ് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അതിന് സാധിക്കുന്നു. This makes the weight of his loneliness heavier, increasing his longing for companionship. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഏകാന്തതയുടെ ഭാരവും കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം അതുവരെ അതിനൊന്നും ചിന്തിക്കാനോ സംസാരിക്കാനോ ഒന്നുമില്ല, വെറും ഒരു ആനിമൽ പോലെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ ലാംഗ്വേജ് പഠിച്ചപ്പോൾ അതിന് ചിന്തിക്കാനും അതുപോലെ സംസാരിക്കാനും ഒക്കെ കാര്യങ്ങളായി, പങ്കുവയ്ക്കാൻ വിശേഷങ്ങളായി, ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് ഒരാൾ കൂടെ വേണമെന്നുള്ള ഒരു കമ്പാനിയൻഷിപ്പിന് വേണ്ട ഒരു ഡിസയർ അതിന് കൂടുതലായിട്ട് വരുന്നത്. Language plays a crucial role in the development of the creature's character. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പോയിൻ്റ് ആയിട്ടാണ് ലാംഗ്വേജ് പഠിക്കുന്നതിനെ നമ്മൾ കാണുന്നത്. ഇറ്റ് enables him to understand the world around him and his inner feelings, resulting in a strong desire for companionship. അതിൻ്റെ ചുറ്റുമുള്ള ലോകവും അതുപോലെ തന്നെ അതിൻ്റെ ഇന്നർ ഫീലിങ്സും കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ലാംഗ്വേജ് അതിനെ സഹായിക്കുന്നു. അതിലൂടെയാണ് ഒരു കമ്പാനിയൻ തനിക്ക് വേണമെന്നുള്ള ഡിസയർ അതിന് കൂടുതലായിട്ട് ഉണ്ടായി വരുന്നത് നമ്മൾ കാണുന്നത്. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, how does Frankenstein reflect contemporary concerns about the ethical implications of scientific advancements, particularly in fields like artificial intelligence and genetic engineering? അപ്പോൾ ഫ്രാങ്കൻസ്റ്റൈൻ നമുക്കറിയാം 200 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടുള്ളൊരു നോവലാണ്. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിലും ശാസ്ത്ര വികാസത്തിൻ്റെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ, പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ ജനറ്റിക് എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ടുള്ള പരീക്ഷണങ്ങളുടെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടിട്ട് ഈ നോവലിന് ഇന്നത്തെ കാലഘട്ടത്തിലുമുള്ള പ്രസക്തി എന്താണെന്നാണ് ചോദിക്കുന്നത്.
Frankenstein serves as a cautionary tale about the dangers of scientific ambition without considering ethical consequences. അപ്പോൾ കൃത്യമായിട്ടുള്ള ധാർമ്മിക പരിണിത ഫലങ്ങളെ കുറിച്ചിട്ട് അറിവില്ലാതെ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുന്നതിൻ്റെ അപകടങ്ങളെ കുറിച്ചിട്ടൊരു വാണിംഗ് നമ്മൾ ഈ നോവലിൽ കാണുന്നുണ്ട്. ദിസ് മിറേഴ്സ് മോഡേൺ കൺസേൺസ് അബൌട്ട് AI, ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോടെക്നോളജി. പുതിയ കാലഘട്ടത്തിൽ AI-യുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജനറ്റിക് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടും ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ടുമുള്ള ആശങ്കകളെല്ലാം തന്നെ ഈ നോവലിൻ്റെ തീമിൽ പങ്കുവയ്ക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. Victor Frankenstein's creation of life, without considering the consequences, parallels today's rapid technological advancements without sufficient ethical oversight. നമ്മൾ നോവലിൽ കാണുന്നത് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ഒരു ലാബിനകത്ത് ഒരു ക്രിയേച്ചറിനെ സൃഷ്ടിക്കുന്നു. അത് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നമ്മുടെ വിക്ടർ പരിഗണിക്കുന്നില്ല. അത്തരത്തിലാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പല പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും എന്ന് ഈ ഒരു നോവൽ സൂചിപ്പിക്കുന്നു. ഇറ്റ് റിഫ്ലക്ട്സ് ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽ പ്രൊഡക്ഷൻ വിത്തൗട്ട് കൺസിഡറിങ് ദ സഫറിങ് ഇറ്റ് കോസസ്. അപ്പോൾ ഈ നോവലിനകത്ത് നമ്മൾ കാണുന്നുണ്ട് ഈ ക്രിയേച്ചർ വിക്ടർ അതിനെ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഒരുപാട് സഫറിങ് അനുഭവിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ്, നമുക്കറിയാം ഈ ഇറച്ചിക്കോഴി അതുപോലെ തന്നെ മറ്റ് ഫാമുകളിലും മറ്റുമൊക്കെ മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനിതകമായിട്ട് മോഡിഫിക്കേഷൻ നടത്തിയിട്ട് ആനിമൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന് അനുഭവിക്കേണ്ടി വരുന്ന സഫറിങ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ക്രിയേച്ചറിൻ്റെ സഫറിങ്സിനെ കണക്കിലെടുക്കാതെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ അപകടത്തെക്കുറിച്ചിട്ടുള്ളൊരു സാധ്യത ഈ നോവലിനകത്ത് ചിത്രീകരിക്കുന്നു. ദ നോവൽ റൈസസ് ദ ക്വസ്റ്റ്യൻ ഓഫ് എ ക്രിയേറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി. ഇനി ഇത്തരം കാര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ക്രിയേറ്ററുടെ ഉത്തരവാദിത്തം എന്ത് എന്നുള്ളൊരു ചോദ്യം ഈ നോവൽ ഉയർത്തുന്നുണ്ട്. വിക്ടർ അബാൻഡൻസ് ദ ക്രിയേച്ചർ മച്ച് ലൈക്ക് കൺസേൺസ് ടുഡേ അബൌട്ട് AI ഡെവലപ്മെൻറ്റ് വിത്തൗട്ട് അക്കൗണ്ടബിലിറ്റി. AI ഈസ് ഓഫ്റ്റൻ ലൈക്ക് എ ബീസ്റ്റ് ഇൻ ദ വിൽഡർനെസ് വേർ പീപ്പിൾ മിസ്യൂസ് ഇറ്റ്. നമ്മൾ ഈ നോവലിൽ കാണുന്നത് വിക്ടർ ഒരു ക്രിയേച്ചറിനെ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ ഉപേക്ഷിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ ഇൻ്റർനെറ്റിൽ ഒരുപാട് AI ടൂൾസ് അവൈലബിൾ ആണെന്ന് നമുക്കറിയാം. അതൊക്കെ യൂസ്ഫുൾ ആണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അതുപോലെ തന്നെ പലപ്പോഴും ആളുകൾ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുപക്ഷെ വ്യാജ വാർത്തകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇത്തരം AI ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതെല്ലാം ഇതുപോലെ ഒരു ക്രിയേച്ചറിനെ ഉണ്ടാക്കിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് തുറന്നു വിടുന്നത് പോലെ വരുന്നൊരു കാര്യമാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് എല്ലാം വേണമെന്നുള്ള ഒരു കാര്യം ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാവുന്നതാണ്. In genetic engineering, modifying human DNA raises ethical dilemma similar to Victor's experiment. ഇതുകൂടാതെ ജനറ്റിക് എഞ്ചിനീയറിംഗ്, ജനിതക പരീക്ഷണങ്ങൾ മനുഷ്യരുടെ DNA-യുമായി ബന്ധപ്പെട്ടും അതുപോലെ മറ്റു മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം നടത്തുന്നുണ്ട്. അതിൻ്റെ അപകടത്തെക്കുറിച്ചുള്ള വാണിങ്ങും ഈ നോവലിൽ പറയുന്നു. Frankenstein warns that scientific progress without ethical responsibility can lead to unintended destruction rather than advancement. അപ്പോൾ ഇത്തരത്തിൽ ശാസ്ത്ര പുരോഗതി അതിൻ്റെ പരിണിത ഫലങ്ങളെ കുറിച്ച് പരിശോധിക്കാതെ നടത്തുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ഉപകാരത്തിന് പകരം ഉപദ്രവമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള ഒരു വാണിംഗ് ഈ നോവലിൽ തരുന്നു. നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാനുള്ളത്, പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളൊരു കാര്യമാണ്, പല അസുഖങ്ങളും വൈറസുകളും എല്ലാം ഇതുപോലെ ലാബുകളിൽ നിന്ന് പരീക്ഷണത്തിൻ്റെ ഫലമായിട്ട് പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ എത്രമാത്രം വാസ്തവമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. എന്നാൽ അത്തരത്തിലുള്ള അപകടങ്ങളുടെ സാധ്യതകളെ കുറിച്ചിട്ടെല്ലാം തന്നെ ഈ നോവൽ നമുക്കൊരു വാണിംഗ് തരുന്നു. The creature's suffering highlights the dangers of creating something without considering its emotional or social needs. ഇനി നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ AI-ക്ക് എത്ര ബുദ്ധി കൊടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു മത്സരമാണ് ലോകത്ത് നടക്കുന്നത്. നമുക്കറിയാം അമേരിക്കയിൽ ChatGPT അതുപോലെ തന്നെ ചൈനയിലെ DeepSeek എന്നുള്ള രീതിയിൽ ആർക്കാണ് കൂടുതൽ ബുദ്ധിയുള്ള AI ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള ഒരു മത്സരമൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ക്രിയേച്ചറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാതെ നമ്മളതിനെ സൃഷ്ടിക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ചിട്ട് നമ്മൾ ഈ നോവൽ ഹൈലൈറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് എ കൺസേൺ ഇൻ AI ഡെവലപ്മെൻറ്റ് ആൻഡ് റോബോട്ടിക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഇങ്ങനെ ഇൻ്റലിജൻസ് ഉള്ള AI-നെയും റോബോട്ട്സിനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആളുകൾ മത്സരിക്കുകയാണ്. പക്ഷേ അത് ഈ റോബോട്ട്സിന് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും, അതിനോട് അതെങ്ങനെ പ്രതികരിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഒരുപാട് സയൻസ് ഫിക്ഷൻ സിനിമകളൊക്കെ നമ്മുടെ ഇന്ത്യൻ പോലെയുള്ള സിനിമകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിൻ്റെ അപകടത്തെക്കുറിച്ചിട്ട് കൂടി ഈ നോവൽ ഹൈലൈറ്റ് ചെയ്യുന്നു.
The novel suggests that knowledge alone is not enough. Humanity must balance innovation with morality, empathy and accountability. അപ്പോൾ ഈ സയൻറ്റിഫിക് നോളജ് എന്ന് പറയുന്നത് മാത്രമല്ല ഏറ്റവും വലിയ കാര്യം, ധാർമ്മികതയും അതുപോലെ തന്നെ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ സഹാനുഭൂതിയും എല്ലാം തന്നെ വേണം എന്നുള്ള കാര്യം നമ്മുടെ ഈ നോവൽ ഹൈലൈറ്റ് ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി ഫ്രാങ്കൻസ്റ്റൈൻ റിമൈൻസ് റെലവൻറ്റ് ആസ് ഇറ്റ് urges caution in playing the role of creator, emphasizing the long term impact of scientific pursuits. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യർക്ക് എന്തും സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള തരത്തിലേക്ക് ചിന്തിക്കുന്നതിന് ഒരു വാർണിംഗ് ഈ നോവലിൽ കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ധാരണ വേണം എന്നുള്ളൊരു മെസ്സേജ് ഈ നോവലിൽ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ്സ്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്